ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വാർ 2 എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ആക്ച്വലി കൂലിയായിരുന്നു ആദ്യം കാണേണ്ടിയിരുന്നത്, പക്ഷെ വാർ 2ലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അശ്വിൻ എന്ന് പറഞ്ഞിട്ട്. ട്രിവാൻഡ്രത്താണ് അവൻ്റെ വീട്. സോ അവൻ തൃശ്ശൂർ വന്നിട്ട് പടം കാണണം, കൂലി രാഗത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ കൂലിക്ക് ടിക്കറ്റ് കിട്ടിയത് ഈവനിങ് ഷോയ്ക്കാണ്. സോ അതുവരെ സമയം കളയണ്ടേന്ന് ആലോചിച്ചിട്ട് വാർ 2 ഞങ്ങൾ ഇനോക്സ് ശോഭ സിറ്റി എന്നാണ് ഞങ്ങൾ പടം കണ്ടത്, വാർ 2. ഇപ്പൊ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പൈ യൂണിവേഴ്സിൽ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇതിനകത്ത്. പക്ഷെ ഇതിൽ ദേശഭക്തിക്കൊക്കെ ഒരു ലേശം കുറവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന തീമിനെ അവര് കുറെ ഓവർ ദ ടോപ്പ് സാധനങ്ങൾ കാണിച്ചിട്ട് ഒരു മലങ്കൾട്ട് ലെവലിലുള്ളൊരു പടമാക്കി മാറ്റി എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പൈ യൂണിവേഴ്സിനെ അതിഭീകരമായിട്ട് പ്രണയിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഒരു നല്ലൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഹൃതിക് റോഷന്റെയും ജൂനിയർ എൻടിആറിന്റെ ഒക്കെ നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ടീമാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഡിസപ്പോയിൻമെന്റ് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കണ്ടു മറന്നിട്ടുള്ള ബോംബുകളായിട്ടുള്ള പണ്ട് മച്ചാന്മാരായിരുന്നിട്ടുള്ള ആൾക്കാർ ഒരു ഘട്ടത്തിൽ ഒന്ന് നല്ലവനായും ഒന്ന് ചീത്തവനായും പോവുകയും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ രണ്ടുപേരും തമ്മിൽ മച്ചാന്മാരാവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രത്യേക തരത്തിലുള്ളൊരു കഥയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് സ്ക്രീൻ സ്പേസ് ഇവർക്ക് രണ്ടുപേർക്കും മാത്രമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് സ്ക്രീൻ സ്പേസ് ഉള്ളത്. എപ്പോഴും ഫേസ് ഓഫ് ആണ്. ഇവർ തമ്മിൽ അങ്ങോട്ട് ഓടിക്കുക, അങ്ങോട്ട് ഇടിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. നീയാണോ ഫസ്റ്റ്, ഞാനാണോ ഫസ്റ്റ്, നീയാണോ ഫസ്റ്റ്, ഞാൻ ഫസ്റ്റ് ആകുമ്പോഴാണ് പടം തീരുള്ളൂ, ഞാൻ ഫസ്റ്റ് ആകുമ്പോഴാണ് കഥ മൊത്തത്തിലാവുള്ളൂ എന്നൊക്കെ ജൂനിയർ എൻടിആർ പറയും. ഹൃതിക് റോഷൻ ആണെങ്കിൽ ഒക്കെ ചിരിച്ചോണ്ടാ എന്നാ നീ അങ്ങോട്ട് ജയിക്കും പറഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങേര് പോയി ജയിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം വൈബുള്ളൊരു പടമാണിത്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആക്ഷൻ സീക്വൻസുകളാണ്. എവിടെയൊക്കെ വെച്ചടിക്കാൻ പറ്റും അവിടെയൊക്കെ വെച്ചടിക്കുന്ന ടൈപ്പ് പരിപാടികൾ ഇവർ പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഓവർ ദ ടോപ്പ് പരിപാടി പിടിച്ചിട്ടുണ്ട്. വായുവിൽ വെച്ചിട്ട് ആക്ഷൻ ഉണ്ട്, മണ്ണിൽ വെച്ചിട്ട് ആക്ഷൻ ഉണ്ട്, അറബിക്കടലിൽ വെച്ച് അടിയുണ്ട്, മരുഭൂമിയിൽ വെച്ച് അടിയുണ്ട്. എല്ലാ ഭാഗത്ത് വെച്ചിട്ട് മടിയോടടിയാണ്. ഓരോ സീക്വൻസും മടിയോടടി, ചേസിങ്, മരണമാസ പരിപാടികളൊക്കെയാണ്. എല്ലാം കഴിയുമ്പോഴും അതിന്റെ ഒരു ഓവർ ദ ടോപ്പ് പരിപാടി അങ്ങോട്ട് കാണിച്ചിട്ട് അതിന്റെ വില അങ്ങോട്ട് കളയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്ന് ട്രെയിനിൽ വെച്ചിട്ടുള്ള ഒരു ചേസ് സംഭവമുണ്ട്. ആ ചേസ് കഴിഞ്ഞിട്ട് ഹൃതിക് റോഷൻ ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് കാർ അങ്ങോട്ട് ചാടിക്കുകയാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു കാർ അങ്ങോട്ട് ചാടിച്ച് ട്രെയിനിന്റെ മണ്ടേ കൂടെ ഇങ്ങനെ പറത്തി മറ്റേ സ്പൈഡർമാൻ 2ന്റെ അകത്ത് ടോബിയുടെ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ വല വിട്ടിട്ട് ഇങ്ങനെ ട്രെയിൻ നിർത്തുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതേപോലത്തെ ഒരു പരിപാടി കാറിനെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ട്രെയിനിന്റെ സ്പീഡൊക്കെ കുറച്ചിട്ട് ആ ഒരു സമയത്ത് എൻടിആർ പോയിട്ട് ട്രെയിനിനെ അങ്ങോട്ട് രക്ഷിക്കും. അങ്ങനത്തെ കുറച്ച് പരിപാടി, കുറച്ച് ഓവറല്ല, ഓവർ ദ ടോപ്പ് ആക്ഷന്റെ അപ്പന്മാരായിട്ട് വരും ഈ ഒരു സീനകത്ത് ഇവരെല്ലാവരും. അതുപോലെ തന്നെ കൊച്ചിനെ വെച്ചിട്ട് ആ പുഴയിലേക്ക് എടുത്ത് ചാടുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെ പറ്റിയിട്ടുണ്ടാവുമോ. പിന്നത്തെ ഒരു ഗംഭീര കോമഡി സീനാണ്. ഗംഭീരമായിട്ടൊരു ബോട്ട് ചേസ് സീൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ബോട്ട് അങ്ങോട്ട് ചാടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ് ജൂനിയർ എൻടിആർ ആ ബോട്ട് അങ്ങോട്ട് ചാടിച്ച് നേരെ ചെന്ന് വീഴത് F1 റേസിന്റെ ട്രാക്കിലേക്കാണ് വന്ന് വീഴുന്നത്. അതിലിങ്ങനെ ഒരു നൈട്രോ ഒക്കെ ഇട്ടിട്ട് ഒരു ഒറ്റ പറക്കലുണ്ട്. എൻ്റെ പൊന്ന്, ഞാനത് കണ്ട് ചിരിച്ച് എന്താ പറയണ്ടെന്ന് അറിയാത്ത അവസ്ഥയായി. ഞാൻ അശ്വിന്റെ മുഖത്തേക്ക് നോക്കും, അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കും, എന്ത് പറയാനാ. എന്നിട്ട് അത് കൂടെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഉരുട്ടി കളിക്കുക ആ ബോട്ട്, എന്നിട്ട് വീണ്ടും പറത്തിയിട്ട് വീണ്ടും വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ചാടിക്കും. എൻ്റെ അമ്മ, ആ സീക്വൻസ് ഒക്കെ ഞാൻ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ടൊരു പെട്ടയുണ്ട്. ആ ഫ്ലൈറ്റിൽ വെച്ചിട്ട് പെട്ടയ്ക്കുന്ന സമയത്ത് ഗ്രാവിറ്റിക്കൊന്നും ഒരു വിലയും കൊടുക്കാത്ത രീതിക്കുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആയിട്ടാണ് വീഴ്സൻ്റെ അത് തോന്നിയിട്ടുള്ളത്. അവിടെ വെച്ചിട്ടൊരു സംഭവമൊക്കെ റിവീൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നു ചങ്ങാതി, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പട്ടി കഞ്ഞിവെള്ളം കുടിക്കില്ല, അതുപോലത്തെ പരിപാടികൾ. അതുപോലെ തന്നെ വിമാനത്തിന്റെ ഡോറൊക്കെ തുറന്നു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് ആ വിമാനത്തിന് ഉണ്ടാവുകയും അതിലുള്ള സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊന്നും ഇവർക്ക് നായകനും വില്ലനും അതൊന്നൊരു വിഷയമല്ല. എൻടിആറിനൊന്നും ഒരു പുല്ല് വിലയാണ് അതിനൊക്കെ കൊടുത്തിരിക്കുന്നത്. വെറുതെ പാരച്ചൂട്ടൊക്കെ എടുത്തിട്ട് മറ്റേ വാതിലിന്റെ അവിടെ അങ്ങനെ മറ്റേ 6-ാം നമ്പരാനിൽ മോഹൻലാൽ ഇങ്ങനെ നിൽക്കുന്ന പോലെയൊക്കെ നിന്നിട്ട് പാരച്ചൂട്ട് അവൻ ഇട്ട് കൊടുത്തിട്ട് ചാടിക്കോ എന്നൊക്കെ പറയുന്ന സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്ന്, ഞാനൊക്കെ തലയിൽ കൈ വെച്ചിട്ട് യാർപ്പാ നീ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ എൻടിആറിന്റെ ഇൻട്രോ സീൻ ഉണ്ട്. എൻ്റെ പൊന്നെ, ആ ഒരു സാധനമൊക്കെ പിടിച്ച് ഷർട്ടൊക്കെ ഒരു 6 പാക്ക് ഒക്കെ കാണിച്ച്
പറന്നു വരുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു സാധനം കണ്ടപ്പോൾ തന്നെ എൻ്റെ മൂഡ് മൊത്തം പോയി. ആകെ കൊള്ളാവുന്ന ഒരു സീക്വൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലൊന്ന് ഫ്ലാഷ് ബാക്ക് സീൻസ് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് അവർ നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃത്തിക് റോഷന്റെ ഇൻട്രോ സീന് കാട്ടവരാതാണ് എല്ലാം, പക്ഷെ അതിൽ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഹൃത്തിക്കിന്റെ ഇൻട്രോ സീൻ മാത്രമാണ്. അതിലും മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7 മറ്റേ ഇപ്പൊ മരിച്ചുപോയ ചങ്ങായി ഉണ്ടല്ലോ, ആ ചങ്ങായി മറ്റേ പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടി പിടിക്കുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ ഇതിനകത്ത് ഹൃത്തിക് റോഷൻ ചെയ്യുന്നുണ്ട്. ഹെലികോപ്റ്ററിൽ ചാടി പിടിച്ചിട്ട് കറങ്ങി വന്നിട്ട് വെക്കുന്ന ഒരു വെടിയൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, അതാണ് ഞാൻ പറഞ്ഞത്, കാട്ടവരാത്ത സീനുകളൊക്കെയാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ച് ഭേദം ഹൃത്തിക്കിന്റെ ആ ഒരു ഇൻട്രോ ആണ്. പിന്നെ ആ ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പാട്ടങ്ങ് വരും. പിന്നെ അതുപോലെ തന്നെ കിയാരയുടെ ബിഗിനി സീൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചതാണ് കേട്ടോ. പടത്തിലുണ്ട്, എല്ലാവരും കാണണം. കിയാരയ്ക്കൊക്കെ പുല്ല് വില. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ പ്രേമിക്കും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബ്രേക്കപ്പ് ചെയ്യും, ഞാൻ തോന്നുമ്പോൾ വീണ്ടും ഞാൻ പ്രേമിക്കും എന്നൊക്കെ പറയുന്ന രീതിക്കാണ് ഹൃത്തിക് റോഷനും കിയാരയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്നൊക്കെ പറയുന്നത്. വൻ കോമഡി പീസാണ്. ദിസ് ഇസ് മൈ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയുന്ന രീതിക്കാണ് ഹൃത്തിക് റോഷന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിന് മുന്നത്തെ സ്റ്റോറിയിൽ പിന്നെ ഒരു കൊച്ചുണ്ട്, ആ ഒരു പരിപാടികളൊക്കെ ഉള്ളതാണ്. പിന്നെ വീണ്ടും വീണ്ടും വഴിവിട്ട ബന്ധങ്ങൾക്കൊക്കെ പിന്നെയും പിന്നെയും പോകുമ്പോൾ ഉള്ളൊരു അരോചകത്വം ഉണ്ടല്ലോ, അതിലൊക്കെ വെറുതെ കുറെ ശ്രദ്ധയൊക്കെ കൊടുത്ത് കുറെ വേറൊരു ട്രാക്കിലേക്ക് പോകും. അതൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ കുറെ ഇമോഷണൽ സാധനങ്ങൾ കുത്തി തിരുകാനൊക്കെ നോക്കിയിട്ടുണ്ട്. അത് ആ തിരുകലൊന്നും അങ്ങോട്ട് ശരിയായില്ല. അതുപോലെ തന്നെ NTR എല്ലാം ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അത് എനിക്ക് ഹിന്ദി ഭാഷ സംസാരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ എന്ന് എനിക്കറിയില്ല. എല്ലാം ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ഡയറക്ടർക്ക് അങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്. അങ്ങനെ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടും ഹൃതിക് റോഷൻ ഭയങ്കര കൂളായിട്ടുമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആള് ഇപ്പൊ ഹൃതിക് റോഷനെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. NTRനും ആക്ച്വലി എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യൻ തന്നെ. പക്ഷെ ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തോ ഒരു വലിയൊരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അറിയാലോ, നമുക്കിപ്പോ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഓരോരുത്തരെ കയറ്റിയിട്ട് ഇപ്പൊ പാൻ ഇന്ത്യൻ ലെവലില് ബിസിനസ് റീച്ച് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്. പക്ഷെ എന്നാലും ഭയങ്കര മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ സ്പൈ യൂണിവേഴ്സ് എന്നൊക്കെ പ്രതീക്ഷിച്ചതായിട്ട് ഷാറുഖ് ഖാനോ അല്ലെങ്കിൽ സൽമാൻ ഖാന്റെ ഒക്കെ ഒരു എട്ടപ്പെട്ടലുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. കാരണം ഹൃത്തിക് റോഷനെ സംബന്ധിച്ച് അത്രയും ഹൈ റിസ്ക് ഉള്ള പരിപാടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ മൂപ്പരെ കൊണ്ട് സാധിക്കാത്ത സമയത്ത് ഇവരുടെ ആരുടെങ്കിലും ഒരു കൈസഹായമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്ന സമയത്ത് വേറൊരാൾ വന്ന് വെടിവെക്കും. ഞാനും അശ്വനും പാടെ വന്നടാ മോനെ വന്നു പത്താൻ അല്ലെങ്കിൽ ടൈഗർ അതാ വന്നിപ്പോ പൂശാൻ പോവാന്ന് പറയുമ്പോൾ വേറൊരുത്തം വന്നിട്ട് മറ്റേ മെഷീൻ ഗണ്ണും വെച്ചിട്ട്, മെഷീൻ ഗണ്ണ എന്താ കുന്ത മറ്റേ ആ KGF എടുത്ത് പൊട്ടിക്കുന്ന പോലത്തെ സാധനം വെച്ചിട്ട് പടപടയെന്ന് പറഞ്ഞ് പൊട്ടിക്കും. ഞാനത് കണ്ടിട്ട് ഇങ്ങനെ ഒരു നിർവികാരനായിട്ടാണ് ഇരുന്നുണ്ടായിരുന്നത്. കാരണം ആ സീന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളുടെ എക്സ്പെക്ടേഷൻ അങ്ങനെ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് നിങ്ങൾ പടം കാണുന്ന സമയത്ത് മനസ്സിലാവും. യാതൊരു തരത്തിലുള്ള ക്യാമിയും കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയ്ക്കകത്തില്ല. അതൊന്നും പ്രതീക്ഷിക്കും വേണ്ട. ശരിക്ക് ആരെങ്കിലുമൊക്കെ വന്ന് ചെയ്യാവുന്ന ഒരു കേസേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഹൃത്തിക് റോഷനെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് പറ്റുന്ന പരിപാടിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ക്യാരക്ടറിന് ഒറ്റയ്ക്ക് പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല. അവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ടൈഗർ പത്താനിൽ വന്നു, പത്താൻ പോയിട്ട് ടൈഗർ 3 പോയിട്ട് ചെയ്തു കൊടുത്ത് അതേപോലത്തെ എന്തെങ്കിലും ഒരു ആക്ഷൻ സീക്വൻസ് പോയി ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു സ്പൈ യൂണിവേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയുക ഭേദപ്പെട്ട ഒരു എന്താ പറയുക മാനസികാവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. ഇതൊരുമാതിരി എൻ്റെ പൊന്നോ കാട്ടവരാതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലെത്തി. പക്ഷെ ചില ആൾക്കാർ എന്താ ഒരു ആവറേജ് എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കിയിട്ട് വിലയിരുത്തുക. എന്നെ സംബന്ധിച്ച് എനിക്കും അവനും ഒരേപോലെ തന്നെ ഭയങ്കര ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഭേദപ്പെട്ട ഒരു സ്ക്രീനൊക്കെ തിരഞ്ഞെടുത്ത് കാണാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ആവശ്യത്തിനും അനാവശ്യത്തിനും ഗ്രീൻ സ്ക്രീനും സെറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായത്. അതൊക്കെ ലൈവായിട്ട് ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാവുന്ന കേസുകളൊക്കെ ഉള്ളൂ. അതിനൊക്കെ സെറ്റൊക്കെ ഇട്ടിട്ട് സെറ്റാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഗ്രീൻ സ്ക്രീനൊക്കെ എൻ്റെ പൊന്നു ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതൊക്കെ ഭയങ്കര കല്ലുകടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പേഴ്സണലി എനിക്ക് ആ ഒരു വർക്കൊന്നും തീരെ പിടിച്ചില്ല. അതുപോലെ തന്നെ അയൻ മുഖർജീനെ വാർ 2 കൊണ്ടുവന്നതേ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കാരണം വാർ എന്ന് പറയുന്ന ഒരു സിനിമ അത്തരത്തിൽ നമ്മളുടെ മനസ്സിൽ കയറിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. കാരണം അത് ചെയ്തു വെച്ചിട്ടുള്ളത് സിദ്ധാർത്ഥാനന്ദാണ്. സിദ്ധാർത്ഥാനന്ദനെ സംബന്ധിച്ച് ഓവർ ദ ടോപ്പ് സാധനങ്ങളൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വൃത്തിക്ക് മൂപ്പർക്ക് അറിയാം. അങ്ങനെ ചെയ്തതിന് അത്യാവശ്യം നല്ല രീതിക്ക് വരും ചെയ്യും. ഇതൊരുമാതിരി എവിടെ എത്താത്തൊരു സിറ്റുവേഷൻ ആയി പോയി.
വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു, അങ്ങാടിയിൽ എത്തിയതുമില്ല എന്നൊക്കെ പറയുന്നത് പോലത്തെ സിറ്റുവേഷനിലേക്കൊക്കെയാണ് ഈ ഒരു സിനിമ കൊണ്ടെത്തിച്ച് നിർത്തിയേക്കുന്നത്. 400 കോടി രൂപ എത്ര ബഡ്ജറ്റ്. ആ 400 കോടിയൊക്കെ സൗത്ത് ഇന്ത്യയിലത്തെ ഏതെങ്കിലും ഒരു ഡയറക്ടർക്ക് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളൊരു സിനിമ കാണണം, കണ്ടിട്ട് വേണം വിലയിരുത്താൻ. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാൻ പോകുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല 4K ഡോൾബി ഒക്കെ ഉള്ള തിയേറ്ററൊക്കെ തിരഞ്ഞെടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അലർന്ന ശബ്ദമൊക്കെ കേൾക്കാം, എന്നൊക്കെ അലർന്ന സാധനമൊക്കെ കേൾക്കാം. NTR വരുന്ന സമയത്തൊക്കെ കുറെ കടുവയുടെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. സോ എന്തായാലും കണ്ടതൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. See you in the next video, guys.